പിതാവും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിനേറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉൽപ്പത്തി 29-ാം അധ്യായമാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുൻഭാഗം കുറച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ യാക്കോബ് വളരെ ക്ലേശിച്ച് കുറച്ച് ദിവസം യാത്രയുണ്ട്. അതെല്ലാം ചെയ്താണ് ആ യാത്രയായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ആ ക്ഷീണം മാറ്റുന്നതിന് ആ ഒരു മനസ്സിൻ്റെ ഭാരവും പ്രയാസങ്ങളും ആകുലതകളും ആശങ്കകളും ഒക്കെ നിറഞ്ഞ അസ്വസ്ഥമായ ഈ മനസ്സ് മാറ്റി ബലപ്പെടുത്തുന്നതിന് ദൈവം അവനിൽ ഇടപെട്ടു, അവനെ സഹായിച്ചു. അപ്പോൾ കാരണം ദൈവം തിരഞ്ഞെടുത്തവനാണ്. യാക്കോബ് കുറവുകളും പരിമിതികളും ഒക്കെ ധാരാളമായിട്ടുണ്ട്. മറ്റുള്ളവരെക്കാളുമൊക്കെ ഒരുപാട് തെറ്റുകൾ കുറ്റങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ദൈവം അവയെല്ലാം പരിഹരിച്ച് ശുദ്ധി ചെയ്ത് വിശുദ്ധീകരിച്ച് എടുക്കുകയാണ്. അങ്ങനെയാണ് ദൈവം വിളിച്ചവരെ ദൈവം ബലവാന്മാരാക്കുന്നത്. ബൈബിളിലുടനീളം കാണാം. ദൈവത്തിൻ്റെ വാഗ്ദാനം അത് അചഞ്ചലമാണ്, വിശ്വസ്തനാണ്. അതിൽ ഏറ്റവും വിശ്വസ്തതയാണ് ദൈവത്തിൽ നിന്നേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ വിശ്വസ്തതയാണ്, അചഞ്ചലമായ ആ ഒരു വാഗ്ദാനമാണ് അദ്ദേഹത്തിൻ്റെ. അപ്പം ദൈവം അങ്ങനെ മാറ്റി നിർത്തി ആളെ വിശദീകരിച്ചെടുത്തേ പറ്റത്തുള്ളൂ, അത് ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടത് അങ്ങനെ ചെയ്യാൻ വേണ്ടി കാത്തിരുന്നില്ല. ദൈവത്തിൻ്റെ ഇംഗിതത്തിന് വേണ്ടി യാക്കോബിൻ്റെ അമ്മ റബേക്ക കൗശലപൂർവ്വം അതെല്ലാം കൗശലത്തിലെല്ലാം കൈവശമാക്കാനാണ് നോക്കിയത്, കൗശല ബുദ്ധി ഉപയോഗിച്ച്. കാരണം ദൈവം നേരത്തെ അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് റബേക്കയ്ക്ക് ആ ഒരു ആർത്തി തോന്നിയതെന്നും തോന്നുന്നു, അല്ലാതെ മറ്റൊന്നും കൊണ്ടും ആയിരിക്കത്തില്ല. ഈ ഒരുപക്ഷെ അത് റബേക്കായുടെ അപ്പന് അത് ബത്തുവേലിൻ്റെയോ അങ്ങനെയൊക്കെയുള്ള ഒരു പാരമ്പര്യമായിരിക്കും കുടുംബത്തിൻ്റെ. അങ്ങനെ നമ്മളിപ്പോൾ അങ്ങനെയല്ലേ പറയത്തുള്ളൂ, പാരമ്പര്യ ഗുണമായിരിക്കും. അതുപോലെ ആയിരിക്കണമെന്നും ഇങ്ങനെയൊക്കെയുള്ള കൗശല ബുദ്ധികൾ ഒക്കെ മറ്റുള്ളവരെ കൗശലപൂർവ്വം തന്ത്രത്തിൽ വീഴ്ത്തി അവരെ മുതലെടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് തന്നെയായിരിക്കും. അപ്പം ദൈവം പ്രവർത്തിക്കും, ദൈവം ഒരിക്കലും കൈവിടത്തില്ല. അതിനുവേണ്ടി നമ്മൾ കൗശലമൊന്നും പ്രവർത്തിക്കേണ്ട. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വായിച്ചിട്ട് നമ്മൾക്ക് അങ്ങനെയൊന്നും തോന്നരുത്. കൗശലപൂർവ്വം യാക്കോബ് നമ്മുടെ പിതാവ് യാക്കോബ് ഇങ്ങനെ ചെയ്തു, ഇസ്ഹാക്ക് അങ്ങനെ ചെയ്തു, റബേക്ക ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഇന്ന് ഇങ്ങനെയൊക്കെ വേണമെന്നോ അതിൽ തെറ്റൊന്നുമില്ലെന്നൊന്നും വിചാരിക്കരുത്. തെറ്റ് തന്നെയാണ്. അതിന് മഹാശിക്ഷകൾ ഒരുപാട് അതിന് പരിഹാരം നമ്മൾ ചെയ്യേണ്ടി വരും. കാരണം ഇവിടെ റബേക്ക 24 വർഷമൊക്കെ പിന്നെയും ജീവിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എങ്ങനെയാ നീറിയാൻ മരിച്ചത്, നീറിയാ ജീവിച്ചത്. കാരണം പ്രിയപ്പെട്ട മകനെ കാണാൻ കഴിയുന്നില്ല. കൗശലം പ്രയോഗിച്ച് ഇത് ചാടിച്ച് വിട്ടതല്ലയോ, അവസാനം ചാടിച്ച് വിടേണ്ടി വന്നു. അപ്പോൾ നല്ലൊരു ബന്ധത്തിൽ, കുടുംബ ബന്ധത്തിൽ, മാതൃസ്നേഹത്തിലെ പുത്രസ്നേഹത്തിലെ ബന്ധത്തിലൊന്നും കഴിയാൻ അനുവദിച്ചില്ല. കാരണം അങ്ങനെ പറ്റത്തില്ല. തെറ്റ് ചെയ്തൊരു ശിക്ഷ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ എന്തിനാണ് ഇതൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. അത് എന്തിനാ? ഒന്ന് കോറിന്തോസ് 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഇതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾക്ക് വേണ്ടിയാണ്. 6-ാം വാക്യവും 11-ാം വാക്യവും, അവരെ പോലെ നാം തിന്മ ആഗ്രഹിക്കാതിരിക്കാൻ ഇത് നമുക്കൊരു പാഠമാണ്. ഇനി 11-ാം വാക്യത്തിൽ പറയുന്നു, ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഒരു പാഠമാകേണ്ടുന്നതിന് വേണ്ടിയാണ്. വീണ്ടും പറഞ്ഞിരിക്കുക. അപ്പോൾ അതിനാണ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്തല്ലോ, നമുക്ക് പിന്നെന്താ
ഇങ്ങനെ പിതാവ് എന്നിട്ടും അവരെ ദൈവം കാത്ത് സംരക്ഷിച്ചില്ല എന്നല്ല, ഒരുപാട് വേദനകൾ അനുഭവിച്ചു. യാതനകൾ അനുഭവിച്ചു ആരാ? റബേക്കായും ഇസഹാക്കും മകൻ യാക്കോബും ഒരുപാട് അനുഭവിച്ചു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഇതൊക്കെ ലിഖിതമാക്കി വെച്ചിരിക്കുന്നത്, എഴുതപ്പെട്ടിരിക്കുന്നത്. നമ്മൾക്ക് പാഠമാകാൻ വേണ്ടിയാണ്, നമ്മൾക്ക് പാഠമായിട്ടാണ്. അപ്പോൾ ഒരു പക്ഷേ അങ്ങനെ കിട്ടിയ കൗശലം കൊണ്ട് ഈ ഇത് യാക്കോബിലേക്ക് അമ്മയുടെ ആ കൗശല ബുദ്ധിയും കപട സ്നേഹവും ഒക്കെ ഇങ്ങോട്ട് പകർന്നു കൊടുത്ത് യാക്കോബിനെ ഈ കൗശലങ്ങളൊക്കെ പ്രയോഗിക്കാൻ വേണ്ടി പ്രാപ്തനാക്കുകയാണ്, ബലപ്പെടുത്തുകയാണ് ചെയ്തത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിലെല്ലാം കണ്ടു, കഴിഞ്ഞ വീഡിയോകളിലെല്ലാം കണ്ടു. അപ്പോൾ ഇനി അവിടുന്ന് യാക്കോബ് തൻ്റെ ദർശനത്തിൽ, സ്വപ്നത്തിലുള്ള ദർശനത്തിലെല്ലാം കഴിഞ്ഞ് ബലവാനായി, കർത്താവ് ബലപ്പെടുത്തി അവനെ ശക്തിപ്പെടുത്തി എടുത്തിട്ട് തിരിച്ച് അമ്മാവിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. 29-ാം അധ്യായത്തിൽ യാക്കോബ് യാത്ര തുടർന്ന് കിഴക്കുള്ളവരുടെ ദേശത്ത് അവൻ എത്തിച്ചേർന്നു. അവിടെ വയലിൽ ഒരു കിണർ കണ്ടു. അതിന് ചുറ്റും 3 ആട്ടിൻപറ്റങ്ങളും. ആ കിണറ്റിൽ നിന്നാണ് ആടുകൾക്കെല്ലാം വെള്ളം കൊടുത്തിരുന്നത്. വലിയൊരു കല്ലുകൊണ്ട് കിണർ മൂടിയിരുന്നു. ആട്ടിൻപറ്റങ്ങളെല്ലാം എത്തിച്ചേരുമ്പോൾ അവർ കിണറ്റുവക്കത്ത് നിന്ന് കല്ല് ഉരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുക്കും. അത് കഴിഞ്ഞ് കല്ല് ഉരുട്ടി വെച്ച് കിണറടക്കുകയും ചെയ്യും. അപ്പോൾ യാക്കോബ് അവിടെ നിന്ന് അപ്പോൾ 3 ആട്ടിൻപറ്റങ്ങൾ അവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അവരൊക്കെ എന്നിട്ട് വെള്ളം കുടിച്ചിട്ട് വെള്ളമെടുത്ത് കുടിച്ചിട്ട് പോകുന്നില്ല, അതിന് വെള്ളം കൊടുക്കുന്നില്ല ആടിന്. അപ്പം പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ പറയുന്നുണ്ട്, ഇവിടെ എല്ലാവർക്കും 8-ാം വാക്യം അവർ പറഞ്ഞു, അങ്ങനെയല്ല, ആട്ടിൻപറ്റങ്ങൾ എല്ലാം വന്ന് എത്തണം. ആ നാട്ടിലുള്ള എല്ലാം വന്നെത്തുമ്പോഴേ കല്ലുരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ യാക്കോബ് വിചാരിച്ച് അവർ പോയിട്ട് സമയം ഒരുപാടുണ്ടല്ലോ, പിന്നെയും തീറ്റാമെന്നാണ് യാക്കോബ് പറയുന്നത്. നിങ്ങൾ അവർക്ക് വെള്ളം കൊടുത്തിട്ട് കൊണ്ടുപോയി അവയെല്ലാം തീറ്റുക എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഇങ്ങനെയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ അവർ യാക്കോബിന് കാണേണ്ടുന്ന ആളുകൾ വരുന്നു. റാഹേലിൽ ലാബാൻ്റെ അമ്മാവൻ്റെ ആട്ടുംപറ്റങ്ങളെല്ലാം മേയിച്ചുകൊണ്ട് വരുന്നത് റാഹേലാണ്. റാഹേൽ കാണുന്നു. അപ്പോൾ റാഹേലിനെ ചുംബിച്ച് അവർക്ക് കരഞ്ഞുകൊണ്ട് ചുംബിക്കുക എന്ന് പറഞ്ഞാൽ സഹോദര ആ സ്നേഹത്തിൽ ഉള്ള ചുംബനമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. താൻ അവളുടെ പിതാവിൻ്റെ ബന്ധുവും റബേക്കായുടെ മകനുമാണെന്ന് യാക്കോബ് അവളോട് പറഞ്ഞു. അവൾ ഓടിച്ചെന്ന് പിതാവിനെ വിവരം അറിയിച്ചു. സഹോദരിയുടെ പുത്രനായ യാക്കോബിൻ്റെ വാർത്ത കേട്ടപ്പോൾ ലാബാൻ അവനെ കാണാൻ ഓടിയെത്തി. അവൻ യാക്കോബിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെയാണ് അന്ന് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. നമ്മളിപ്പോഴേ ഹസ്തദാനം ചെയ്താണ്, അന്നല്ല, ഇപ്പോഴും മറ്റ് രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്, ചുംബിച്ചാണ്. അപ്പോൾ നമ്മൾ മധ്യപൗരസ്യ ദേശങ്ങളിലൊക്കെ 2 വശത്തും തോളിൻ്റെ 2 വശത്തും ചുംബിക്കും, കെട്ടിപ്പിടിച്ച് ശരീരത്തോട് ചേർത്ത് നിർത്തി 2 തോളിലും പരസ്പരം ചുംബിച്ചാണ് അവരുടെ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. നമ്മളല്ലാതെ ഷെയ്ഖാൻ്റെയൊക്കെ പുതിയ രീതിയിൽ യൂറോപ്യൻ സ്റ്റൈലിൽ ആയിരുന്നു. ഇപ്പോഴും പലയിടത്തൊക്കെ അതൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ യാക്കോബ് വിവരങ്ങളെല്ലാം ലാബാനോട് പറഞ്ഞു. അവൻ യാക്കോബിനെ ചുംബിച്ച് യാക്കോബ് എല്ലാം പറഞ്ഞു, എൻ്റെ അസ്ഥിയും മാംസവും തന്നെയാണ് നീ. 1 മാസം യാക്കോബ് അവൻ്റെ കൂടെ പാർത്തു. ഇനിയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഒരു ദിവസം ലാബാൻ യാക്കോബിനെ വിളിച്ച് പറഞ്ഞു, നീ എൻ്റെ ചാർച്ചക്കാരനാണെന്ന് കരുതി എനിക്ക് വേണ്ടി എന്തിനു വെറുതെ പണിയെടുക്കുന്നു? അപ്പോൾ യാക്കോബ് അവിടെ ഇരുന്ന് വെറുതെ ഇത്രയും നാൾ വീട്ടിൽ ജ്യേഷ്ഠൻ്റെ അധ്വാനത്തിലെല്ലാം കഴിഞ്ഞു, ഇനിയിപ്പം പറ്റത്തില്ല, അങ്ങനെ വെറുതെ ഇരിക്കുന്നത് എങ്ങനെയാണുള്ള ജോലികളൊക്കെ ചെയ്ത് അവരൊക്കെ കൂട്ടൊക്കെ സഹായിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇതുവരെ റാഹേലാണ് പോകുന്നത്, ആടിനെ മേയ്ക്കാനൊക്കെ ജോലിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇയാൾക്ക് പിന്നെ ചുമ്മാ ഇരിക്കാൻ പറ്റുമോ? അപ്പോൾ കൂടുതൽ സഹായിക്കാനൊക്കെ പോകുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ
നിനക്ക് എന്ത് പ്രതിഫലം വേണമെന്ന് എന്നോട് പറയുക, എന്തിനാ വെറുതെ പണിയെടുക്കുന്നത് എനിക്ക് വേണ്ടി, അങ്ങനെ എൻ്റെ ആവശ്യമില്ല, നിനക്കതിൻ്റെ പ്രതിഫലം ഞാൻ തരാം. അപ്പോൾ ലാബാന് 2 പുത്രിമാരുണ്ടായിരുന്നു. മൂത്തവളുടെ പേര് ലയ എന്നും ഇളയവളുടെ പേര് റാഹേൽ എന്നും. അപ്പോൾ അങ്ങനെ റാഹേൽ സുന്ദരിയും വടിവത്തോളവുമായിരുന്നു, അതുപോലെ ആയിരുന്നില്ല ലയ. അപ്പോൾ യാക്കോബ് റാഹേലിൽ അനുരക്തനായി. അവൻ ലാബാനോട് പറഞ്ഞു, അങ്ങയുടെ ഇളയ മകളായ റാഹേലിന് വേണ്ടി 7 കൊല്ലം അങ്ങയുടെ കീഴിൽ ഞാൻ ജോലി ചെയ്യുക. അപ്പോൾ അന്നത്തെ ഒരു നടപ്പായിരുന്നിരിക്കാം 7 വർഷം ജോലി ചെയ്യുക, ആ പെണ്ണിന് വേണ്ടി പെണ്ണിൻ്റെ വീട്ടിൽ ജോലി ചെയ്ത് അവളെ സ്വന്തമാക്കാം എന്നുള്ളതായിരുന്നു. അവർ വലിയ പ്രേമമായി സ്നേഹമായി. അപ്പോൾ അപ്പോൾ അങ്ങനെ ലാബാന് അനുവദിച്ചു കൊടുത്തു. നോക്കണേ, എന്നിട്ട് എന്ത് ചെയ്ത് 7 വർഷം കഴിഞ്ഞപ്പോൾ യാക്കോബ് ചോദിക്കുമ്പോൾ ലാബാൻ പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ അല്ല അവളെ കൊടുക്കുന്നില്ല, ലേയയാണ് കൊടുക്കുന്നത്, അറിയിക്കാതെ രാത്രിയിൽ. രാവിലെ കഴിഞ്ഞപ്പം കാണാൻ പെണ്ണിനെ നോക്കിയപ്പോൾ പെണ്ണ് വേറെ മാറിപ്പോയി, ലേയായ സൗന്ദര്യം ഇച്ചിരി കുറവുള്ളവളാണ്. അപ്പോൾ ശോഭയൊക്കെ ഇച്ചിരി കുറവുണ്ട്. അപ്പം അപ്പോൾ ലാബാൻ പറയുന്ന സൂത്രം, ഞങ്ങളുടെ നാട്ടിൽ മൂത്തവളെ നിർത്തിയിട്ട് ഇളയവളെ കെട്ടിക്കാറില്ല, ഞങ്ങളുടെ നാടിങ്ങനെ, അതുകൊണ്ട് അവളെ ആദ്യം കെട്ടിക്കുക, അത് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കണേ, കൗശലക്കാരന് അതിലും വലിയ കൗശലക്കാരൻ്റെ കയ്യിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത്. യാക്കോബ് എന്തുമെല്ലാം കൗശലം കാണിച്ചാണ് അവിടെ ഈ കുടുംബനാഥൻ എന്നുള്ള നില മൂപ്പവകാശം ഇപ്പം ജ്യേഷ്ഠൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തത്. എന്തെല്ലാം കൗശലത്തിലാണ്, എന്തെല്ലാം അനുഗ്രഹങ്ങൾ വാങ്ങിച്ചത്. അന്ധനായ പിതാവിനെ, കണ്ണു കാണാൻ വയ്യാത്ത പിതാവിനെ, വയസ്സവൃദ്ധനായവനെ കളിപ്പിച്ച് അമ്മയും മോനും കൂടെ എന്തെല്ലാം ആ അവകാശങ്ങളെല്ലാം അനുഗ്രഹങ്ങളെല്ലാം നേടിയെടുത്ത് മൂത്തവനെ കിട്ടുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ചതിയും വഞ്ചനയും ചെയ്ത് ചതിയും വഞ്ചനയായിട്ടിരുന്ന് അമ്മ പഠിപ്പിച്ചതനുസരിച്ച് ഇതെല്ലാം ചെയ്തു. ഒരു റബേക്ക ചെയ്തത് ഒരുപക്ഷെ ദൈവത്തിൻ്റെ വാഗ്ദാനമായിരുന്നു. റബേക്കയുടെ വയറ്റിൽ യാക്കോബും ഏശാവും ഉണ്ടായിരുന്നപ്പോൾ ഇരട്ട കുട്ടികൾ. ഇപ്പോൾ ഇതിൽ പറഞ്ഞ് മൂത്തവൻ ഏശാവല്ല, ഇളയവനെയാണ് സ്നേഹിക്കുന്നത്. ഞാൻ അവനേക്കാളും കൂടുതൽ ഇവനെ സ്നേഹിക്കുന്നു, ഇവനെ ഞാൻ അധികാരപ്പെടുത്തുന്നു, ഇവനായിരിക്കും എൻ്റെ വാഗ്ദത്ത സന്തതി. അബ്രാഹത്തിനോട് ഇസ്ഹാക്കിനോടുള്ള വാഗ്ദത്ത സന്തതി ഇവനിലൂടെയാണ് വാഗ്ദാനം നിറവേറേണ്ടുന്നത് എന്ന് കർത്താവ് പറഞ്ഞു. അത് കർത്താവ് ചെയ്യുമായിരുന്നു. കർത്താവ് ചെയ്യുന്നത് നോക്കിയിരിക്കുക, അതാണ് ഇവരെല്ലാം ഇതിനു വേണ്ടിയൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്നത്. ഇത് അബ്രഹാമിനും പറ്റി, സാറായിക്കും പറ്റി. പിന്നെ ഈ അബദ്ധങ്ങളൊക്കെ ഇപ്പോൾ കർത്താവ് ചെയ്യേണ്ടത്, കർത്താവ് അതിൻ്റെ വഴിയിൽ എവിടെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും കർത്താവ് ആ സമയത്ത് ചെയ്തിരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിലും അങ്ങനെയാണ്. ഒരു പ്രതിസന്ധികളുണ്ടാകുമ്പോൾ കർത്താവ് നമ്മൾ അപേക്ഷിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ഇംഗിതം, കർത്താവിൻ്റെ സമയം നോക്കാൻ നമ്മളിരിക്കത്തില്ല. കർത്താവ് അതിന് വേണ്ടുന്ന സമയത്ത് ഇരിക്കും. അല്ലെങ്കിൽ കർത്താവിൻ്റെ ക്രൂരനാണോ നമ്മളെ ശിക്ഷിക്കാനും നമുക്ക് ദോഷങ്ങൾ വരുത്താനും? കർത്താവ് ഒരിക്കലും ദോഷങ്ങൾ വരുത്തത്തില്ല. പിന്നെ കർത്താവിനറിയാം അതിൻ്റെ സമയമുണ്ട്. നമുക്കിപ്പോൾ ഉടനെ ചെയ്താൽ നമ്മുടെ മനസ്സ് വേറെ രീതിയിലായി പോകും. കാരണം എന്ത് ചെയ്താലും ഓടിച്ചെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി, കർത്താവിനോട് പറഞ്ഞാൽ മതിയല്ലേ. എനിക്കതെങ്ങനെ തരണം. കൊച്ചു പിള്ളേർ കളിപ്പാട്ടങ്ങൾക്കുമൊക്കെ അപ്പച്ചനടുത്തുമൊക്കെ പപ്പായടുത്തുമൊക്കെ വഴക്കുണ്ടാക്കുന്ന പോലെ എനിക്കിപ്പോൾ ഇന്നത് വേണമെന്ന് ഉടനെ അങ്ങ് കൊടുത്താൽ ഉടനെ വരും അടുത്തതിന്. അപ്പോൾ അതുപോലല്ല, അടുത്തത് വേറെ വരും, അല്ലെങ്കിൽ അത് നശിപ്പിക്കും. അപ്പോൾ അവന് ആദ്യമേ ഒരാൾക്ക് ഇങ്ങനെ ഓരോന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞാൽ ശരിയാത്തില്ല. കർത്താവ് വാഗ്ദാനത്തിൽ വളരെ അചഞ്ചലനാണ്, സ്ഥിരതയുള്ളവനാണ്, മനുഷ്യൻ്റെ കൂട്ടല്ല. അപ്പം ഇവിടെ വന്നത് വലിയ കൗശലക്കാരൻ്റെ അടുത്ത് ചെന്ന് കൗശലക്കാരൻ അവിടെ ചെയ്യുകയാണ്, അവിടെ ചെന്ന് ഏറ്റെടുക്കുകയാണ്. എന്തിനാ? അപ്പോൾ ഈ 7 വർഷം എങ്ങനെ അറിഞ്ഞു? അപ്പോൾ 7 വർഷം സമയം പോയതൊന്നും അവർ അറിഞ്ഞില്ല. അപ്പോൾ ഇവിടെ 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ റാഹേലിന് വേണ്ടി യാക്കോബ് 7 കൊല്ലം പണിയെടുത്തു. അവളോടുള്ള സ്നേഹം മൂലം ആ വർഷങ്ങൾ ഏതാനും നാളുകളായേ തോന്നിയുള്ളൂ. നോക്കണേ,
അപ്പോൾ സ്നേഹമുള്ളിടത്ത് ഭാരമില്ല, പ്രയാസമില്ല, കഷ്ടതകളില്ല, ബുദ്ധിമുട്ടുകളില്ലാതെ, നൊമ്പരമില്ലാതെ എല്ലാം സ്നേഹം മാറ്റിക്കൊള്ളും. അതിൻ്റെ ഉള്ള ഊർജ്ജമെല്ലാം സ്നേഹം തന്നുകൊള്ളും. നമ്മൾ കണ്ടു അവിടെ ചെന്ന് കല്ലുരുട്ടി മാറ്റി കൊടുത്ത കിണർ ആടും മറ്റങ്ങൾക്കെല്ലാം വെള്ളം കുടിക്കാൻ യാക്കോബ് ഇങ്ങനെ ഭാരിച്ചതൊന്നും ചെയ്ത് ജീവിച്ച ആളല്ല. അപ്പോൾ സ്നേഹത്തിന് വേണ്ടി, സ്നേഹമുള്ളത് കൊണ്ട്, സ്നേഹം അങ്ങനെയാണ്. സ്നേഹം നമ്മൾ 2 Korinthos 12-14 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. 12 മുതൽ 14 വരെയുള്ള ക്രിസ്തുവിനോടുള്ള യഥാർത്ഥമായ സ്നേഹത്താൽ രമ്യതയുടെ ശുശ്രൂഷയാണ് വിശുദ്ധ പൗലോസ് പറയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ആ സ്നേഹത്താലാണ് നിങ്ങൾക്ക് ഇങ്ങനെ വിജാതിയർക്ക് ഈ ശുശ്രൂഷ പൗലോസ് ശ്ലീഹ ചെയ്യുന്നത്. അപ്പോൾ ആ സ്നേഹം, ക്രിസ്തുവിനോടുള്ള സ്നേഹം, ക്രിസ്തുവിലുള്ള സ്നേഹത്താൽ, ക്രിസ്തുവിന് നമ്മളോടുള്ള സ്നേഹത്താൽ അതാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1 Korinthos 13:7 വാക്യത്തിൽ പറയുന്നുണ്ട്, സ്നേഹം സകലതും സഹിക്കുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു. ആ സ്നേഹം ഉണ്ടെങ്കിൽ ഇതെല്ലാം അത് കഷ്ടതകളും ദുരിതങ്ങളും ഒന്നും ഓർക്കത്തില്ല, ക്ഷീണം ഓർക്കത്തില്ല, വയ്യാഴിയെ ഓർക്കത്തില്ല, അങ്ങ് ചെയ്യും. സകലതും വിശ്വസിക്കും. ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും. ഇവിടെ ലാബാനും ചെയ്തത് അങ്ങനെയാണ്. ലാബാനെയും യാക്കോബ് വിശ്വസിച്ചത് അങ്ങനെയാണ്. 7 വർഷം കഴിയുമ്പോൾ താൻ സ്നേഹിക്കുന്ന പെണ്ണിനെ നമുക്ക് കിട്ടും, എനിക്ക് കിട്ടും. പിന്നെ അതുകൊണ്ട് അധികം നാളുകൾ, കുറച്ച് നാളുകളായിട്ടേ തോന്നിയുള്ളൂ. 7 വർഷക്കാലം. പിന്നെ അപ്പോൾ അത് കിട്ടും. അതങ്ങ് വിശ്വസിച്ചു അമിതമായിട്ട്. സ്നേഹം സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു. വിശുദ്ധ പൗലോസ് പറയാൻ സ്നേഹത്തിൻ്റെ ആ ഗുണങ്ങൾ, മഹിമകളെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ് 1 Korinthos 13:7 അപ്പോൾ സ്നേഹത്തിൻ്റെ മുൻപിൽ എല്ലാം തോറ്റുമാറും. അതൊന്നും സ്നേഹം ഉണ്ടെങ്കിൽ തളർത്താൻ പറ്റത്തില്ല. അതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ യാക്കോബ് ഇതെല്ലാം സഹിച്ച് വന്നപ്പോൾ ആ സ്നേഹം കൊണ്ടാണ് നമുക്കിന്ന് ചെയ്യാവുന്നത്. ഇവിടെ വിശുദ്ധ പൗലോസ് പറഞ്ഞ 2 Korinthos 12 മുതൽ 14 വരെയുള്ള കാര്യമാണ്. ക്രിസ്തുവിന് നമ്മളുള്ള സ്നേഹവും നമ്മൾക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹവും മൂലം നമ്മൾ യഥാർത്ഥമായ സ്നേഹമാണ് ഉണ്ടായിരിക്കണം. എങ്കിലേ ഇതൊക്കെ പറ്റത്തുള്ളൂ. രമ്യതയുടെ ശുശ്രൂഷ. കാരണം സകല ദോഷങ്ങൾക്കും, സകല കോപങ്ങൾക്കും, നമുക്ക് ചെയ്യാവുന്ന എല്ലാ ഉപദ്രവങ്ങൾക്കും നേരെ ക്രിസ്തുവിൻ്റെ രമ്യതയുടെ ശുശ്രൂഷ നമ്മൾ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്കായാലും ആർക്കായാലും അതൊക്കെ സഹിക്കാൻ പറ്റാതെ വല്ലാതെ കോപം വരും. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു വാക്യമാണ്, ഈ വാക്യങ്ങളാണ് ഓർക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ, ക്രിസ്തു എങ്ങനെയായിരുന്നോ അതുപോലെ, നമ്മളെങ്ങനെ ക്രിസ്തുവിനോടായിരിക്കുന്നോ അതുപോലെ അത് നിർവഹിക്കപ്പെടണം എന്നുള്ളതാണ് നമുക്കുള്ള വാക്യം. അപ്പോൾ നമ്മൾ കഠിന ഭാരമൊന്നും നോക്കാതെ അങ്ങനെ യാക്കോബ് എല്ലാം ചെയ്യുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ കൗശലക്കാരൻ്റെ ആ വലിയ കൗശലക്കാരൻ്റെ കീഴിൽ, അപ്പോൾ ദൈവം അതിനൊന്നും കണക്ക് ചോദിക്കാതിരിക്കത്തില്ലെന്ന് മനസ്സിലായല്ലോ. എന്തെങ്കിലും മറ്റൊരാളെ പറ്റിച്ച് വഞ്ചിച്ച് ഒക്കെ എടുത്തിട്ട് ഞാൻ ഇപ്പോൾ സുവിശേഷകനാണ്, അല്ലെങ്കിൽ പുരോഹിതനാണ്, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രീതിയിൽ ദൈവശുശ്രൂഷ ചെയ്യുന്നവരാണ്, അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാമെന്നൊന്നും വിചാരിച്ചാൽ ഭയങ്കരമായ ശിക്ഷകളാണ് അത് അനുഭവിക്കേണ്ടി വരും. നീ അത് എടുക്കണമെങ്കിൽ, പദം വരുത്തി എടുക്കണമെങ്കിൽ കുറേ പാടാണ് ദൈവത്തിന്. ഇതിനെ വിട്ടുകളയാൻ യൂദാസിനെ പോലെ ഇത് കർത്താവ് വിട്ടുകളഞ്ഞു. കാരണം അത് വിട്ടുകളഞ്ഞെങ്കിലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അപ്പോൾ 25-26 വാക്യത്തിൽ നമ്മൾക്ക് നോക്കാം. ലാബാൻ പറഞ്ഞ മൂത്തവൾ നിൽക്കുക, അതാണ് നമ്മൾ വായിച്ചത്.
വായിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. 30-ാം വാക്യത്തിൽ യാക്കോബ് സമ്മതിച്ചു, വിവാഹം 7 വർഷത്തേക്ക് കൂടി നീ എനിക്ക് വേണ്ടി ജോലി ചെയ്യണം. 27 ലാബാൻ ഒരു കണ്ടീഷൻ വയ്ക്കുകയാണ്, വീണ്ടും 7 വർഷം കൂടെ. അപ്പോൾ സ്നേഹമുള്ളത് ആ കഷ്ടതയങ്ങ് മാറും, അതൊന്നും ഓർമ്മിക്കത്തില്ല. അതിനു വേണ്ടി യാക്കോബ് ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്തു. പക്ഷേ യാക്കോബിൻ്റെ ആ വഞ്ചനയും ചതിയും കൗശല ബുദ്ധികളൊന്നും തന്ത്രങ്ങളൊന്നും മാറിപ്പോയിട്ടില്ലായിരുന്നു. പൂർണ്ണമായിട്ടൊന്നും സുഖമായിട്ടില്ല. ഇതെല്ലാം അവിടെ കിടപ്പുണ്ട്. ആ അമ്മ വിതച്ച വിത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊന്നും ഒരിക്കലും മാറിപ്പോയിട്ടില്ല. അത് അങ്ങനെ 7 വർഷം കൂടെ കണക്ക് കൂട്ടിയാണ് പറയുന്നത് ഇനിയും ചെയ്യാം, അപ്പോഴത്തേക്ക് ശരിയാക്കി തരാം എന്നുള്ള രീതിയിലാണ്. 7 വർഷത്തേക്ക് കൂടി നീ എനിക്ക് വേണ്ടി വേല ചെയ്യണം. യാക്കോബ് സമ്മതിച്ചു. അവസാനം വിവാഹവാരം ആഘോഷമൊക്കെ കഴിഞ്ഞപ്പോൾ തൻ്റെ അടിമയായ ബിൽഹായെയും കൂടെ ലാബാൻ റാഹേലിന് പരിചാരിയായിട്ട് നൽകി. റാഹേലിൻ്റെ വിവാഹവും കൂടെ കഴിച്ചു കൊടുത്തു. അവൻ ഒരു തെറ്റ് വീണ്ടും ചെയ്യുകയാണ്. എന്താ? അമ്മയും അപ്പനും ചെയ്ത ആ പക്ഷപാതം അതല്ലേ, കുടുംബത്തിൽ തന്തയും തള്ളയും ചെയ്തതൊക്കെ ഇച്ചിരി മക്കളിലും കാണും. ആ പക്ഷപാതം ഇവിടെ കാണിക്കുകയാണ്. ഈ അമ്മ യാക്കോബിനോട് കാണിച്ചു, പക്ഷപാതമായിട്ടുള്ള സ്നേഹം കൂടുതൽ, പരിഗണന കൂടുതൽ. അപ്പനോ ഏശാവിനോട്, മൂത്ത മകനോട് കൂടുതൽ പരിഗണന കാണിച്ചു, കൂടുതൽ സ്നേഹം കാണിച്ചു, ആത്മാർത്ഥത കാണിച്ചു. യാക്കോബ് റാഹേലിൻ്റെ കൂടെ ശയിച്ചു. അവൻ ലേയായേക്കാൾ കൂടുതൽ റാഹേലിനെ സ്നേഹിച്ചു. ആ പക്ഷപാതം കണ്ടോളെ, 2 പേരെ കെട്ടി. പക്ഷേ ഈ ചേട്ടത്തി അനിയത്തിയും കെട്ടി അന്നത്തെ കാലത്ത് അത് കുഴപ്പമൊന്നും ഇല്ലായിരുന്നിരിക്കും. അപ്പം നമ്മളെ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണെന്നോ? കർത്താവ് എന്തുവാ പറഞ്ഞത് അവിടെ? നമ്മളെ പുതിയ നിയമ ജനതയിൽ യേശുവിൻ്റെ കാലത്ത് യേശു ആ പഴയ ആ തെറ്റുകളൊക്കെ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അതിനുവേണ്ടി ശ്രമിക്കുക എന്നല്ല, അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇങ്ങനെയുള്ള തെറ്റുകൾ ഒരുപാടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇവരനുവർത്തിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അവിടെ നമ്മളെ ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ കാണുന്നില്ലേ, എങ്ങനെയാണ് പുരുഷനും സ്ത്രീയായിട്ട് അവരെ സൃഷ്ടിച്ചു. അവർ ദൈവത്തിൻ്റെ കൂടെയായിരുന്നു. അവർ ഒരാളായിരുന്നു. 2 പേരും ഒന്നിനൊന്ന് വ്യത്യാസമില്ലാതെ അവർ ഒന്ന് ആയിട്ട് ഏകമായിട്ട് തന്നെ അവർ ജീവിക്കണം. അതാണ് കർത്താവിൻ്റെ ഇംഗിതം. ദൈവം അതാണ് വെച്ചത്. അല്ലാതെ പലരെ സൃഷ്ടിച്ചിട്ട് എല്ലാവരെയും കൂടെ അങ്ങ് ഏൽപ്പിക്കുകയല്ലായിരുന്നു. അപ്പോൾ അത് നമ്മൾ മറന്നുപോയി, അവരൊക്കെ മറന്നുപോയി. അതുകൊണ്ടാണ് അന്ന് അവർക്ക് അറിഞ്ഞില്ല. പക്ഷേ അന്നത്തെ ഫരിസേയർ സദുക്കായരുമൊക്കെ അതൊക്കെ മറന്നുപോയി. അപ്പം കർത്താവ് നമ്മളിവിടെ നല്ലൊരു ഉദാഹരണം നമുക്ക് ഇവിടെ കാണാം. മത്തായി 19-ാം അധ്യായത്തിൽ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിനെ പരീക്ഷിക്കാണ്ടവർ വന്ന് ചോദിക്കുന്നുണ്ട്. ഫരിസേയരും സദുക്കായരും കൂടെ വന്ന് എങ്ങനെയാണെന്നൊക്കെ ഈ മോശ പറഞ്ഞ നിയമങ്ങൾ വെച്ച് ചോദിക്കുന്നുണ്ട്. 1-ൽ കൂടുതൽ ഭാര്യമാരെ വശമാക്കാൻ കെട്ടുന്നതിന് സാധിക്കുമോ? മോശ ഞങ്ങൾക്കൊരുവളെ ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉപേക്ഷിച്ചിട്ട് നീ ഒരാളെ കണ്ടെത്തിയെങ്കിൽ അവളെ കൂടെ സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉപേക്ഷാപത്രം കൊടുക്കണം. അപ്പോഴേ മറ്റ് ചില സമുദായങ്ങൾ ചെയ്യുന്നുണ്ട്, ഇസ്ലാം മതത്തിലുമൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യാമോ? കർത്താവ് എന്തുവാ പറഞ്ഞേ? ദൈവത്തിൻ്റെ ഇംഗിതം അവിടെ തെറ്റിയ ഇംഗിതം എവിടാ തെറ്റിയത്? ആ ഉൽപ്പത്തി ആദ്യത്തെ ആദമിനും ഹവ്വായും കഴിഞ്ഞ് പിന്നിങ്ങോട്ട് വന്നപ്പോഴൊക്കെ തെറ്റുപറ്റി. കൂടുതൽ തെറ്റുകൾ വരുന്നുണ്ട്. 2 വിവാഹം കഴിഞ്ഞ് 4-5-ാം അധ്യായത്തിലൊക്കെ കാണാം. അങ്ങനെ അപ്പോൾ കർത്താവ് അവരോട് പറയുന്നത് എന്തുവാ? പിന്നെ മുതൽ ഇങ്ങോട്ട് നമ്മൾ ഇപ്പോൾ അബ്രഹാമിൻ്റെ ഇതിലും കണ്ടല്ലോ. അങ്ങനെ അബ്രഹാമിനും 2 ഭാര്യമാർ ഉണ്ടായിരുന്നു. പക്ഷേ അബ്രഹാം ചെയ്തത് ഒരു ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോൾ, സാറ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അവളെ കിത്തൂറായെ കെട്ടിയത്. അപ്പോൾ ആ 2-ലും കൂടെ അബ്രഹാമിന് 10 മക്കൾ. പിന്നെ ഉപനാരികളൊക്കെ ഉണ്ടായത് വേറെ ഉണ്ടോ എന്ന് ഉണ്ടായിരിക്കും. അങ്ങനെ 10 മക്കളും ഉണ്ടായിരുന്നു. അവന് എന്താ ചോദിക്കും? ഇസ്മായിൽ അത്
ഉപനാരിയായിരുന്നു. അത് ദൈവം പറഞ്ഞത് കാത്തിരിക്കാതെ ദൈവം ചെയ്യേണ്ടുന്ന അനുഗ്രഹം ദൈവം തരേണ്ടുന്നത് അതിൻ്റെ സമയത്ത് തരുമെന്നുള്ളത് വിശ്വാസമില്ലാതെ സാറ പറഞ്ഞ് ഏർപ്പെടുത്തി. അവസാനം സാറ അതിന് ദുഃഖിക്കേണ്ടി വന്നില്ലേ? അപ്പം ദൈവം തരേണ്ടുന്നത് ദൈവം തരും. അതിന് കാത്തിരിക്കാതെ നിൽക്കുമ്പോൾ, ദൈവത്തെ പഴിക്കുമ്പോൾ, സംശയിക്കുമ്പോൾ എന്തു ചെയ്യും? സാറ ഒരുപാട് ദുഃഖിച്ചു. അവൾ പ്രസവിച്ചിട്ട് അങ്ങോട്ട് എന്ത് ചെയ്ത് അവൾ കിട്ടിയോ കൊച്ചിനെ? അവൾ ഹാഗാറിൻ്റെ വിധവ അങ്ങ് മാറി. അവളെ യജമാനത്തി ഇത് നല്ല ഒരു അരമുക്കാൽ യജമാനത്തിയായിട്ട് അങ്ങ് മാറി ഹാഗാർ. അപ്പോൾ യജമാനത്തി അവിടെ ഹാഗാറായി അവിടെ യജമാനത്തി. ഏതാണ്ട് അബ്രഹാമിന് വലിയ സന്തോഷമായിരുന്നു, കാരണം ഹാഗാർ വളരെ സുന്ദരിയായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. എന്തായാലും ഇവിടെ നമുക്ക് പറയാനുള്ളത്, കർത്താവ് പറഞ്ഞത് എന്തുവാണ്? അവൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമാണ് ഭാര്യയെ ഉപേക്ഷിക്കാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത്. 8-ാം വാക്യം 19 അനുമതി നൽകിയത്. ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നില്ല ആണ് കർത്താവ് പറഞ്ഞത്. ആദ്യം മുതൽ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പല രീതിയിൽ അത് സാധിക്കത്തില്ല എന്ന് കർത്താവ് പറയുകയാണ്. പക്ഷേ ഇവിടെ ഇവർ അബ്രഹാമിന് അങ്ങനെ ഇസാക്കിനെ ഒരു ഭാര്യയുള്ളായിരുന്നു, റബേക്ക മാത്രമേ ഉള്ളായിരുന്നു. അവരുടെ സ്നേഹം അത്ര കണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വേറൊന്നിനെ പറ്റി ചിന്തിച്ചില്ല. അടുത്തത് പിന്നെ വന്ന അതായത് ഏശാവ് 4 പേരെ കെട്ടി. ആദ്യം 2 പേരെ കെട്ടി. അതിന് ആ പെണ്ണുങ്ങൾ അവരുടെ വർഗവും കുലവും ഒക്കെ നോക്കി അപ്പനും അമ്മയ്ക്കും ഇഷ്ടമല്ലെന്ന് കണ്ട് എന്ത് ചെയ്തു? അടുത്തതിനും കൂടെ പോയി കെട്ടി. അപ്പന് ഇഷ്ടമുള്ളതിനെ 2 പേരെയും കൂടെ കേട്ടാൽ അവർക്ക് ഇഷ്ടമായിരിക്കുമെന്ന് വിചാരിച്ച് അവരുടെ കുലത്തിലുള്ളവരെ തന്നെ കെട്ടി. അല്ലേ? ഇസ്മായിലിൻ്റെ മകളെ തന്നെ കെട്ടി. അപ്പോൾ അപ്പോൾ അങ്ങനെ 4 പേരായി. അങ്ങനെ മക്കളെ 2 പേരെയും കെട്ടി. അപ്പോൾ അവർ 4 പേരായി. പിന്നെ അത് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഇനി 30-ാം അധ്യായത്തിൽ നമ്മളങ്ങനെ 29-ാം അധ്യായം തീർക്കുകയാണ്. യാക്കോബിൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവൾ പറഞ്ഞു, ഞാൻ കർത്താവിനെ സ്തുതിക്കും. അതുകൊണ്ട് അവന് യൂദ എന്ന് പേരിട്ടു. പിന്നീട് കുറേ കാലത്തേക്ക് അവൾ പ്രസവിച്ചില്ല. ഇത് റാഹേൽ വന്ധ്യ ആയിരുന്നു. അതുകൊണ്ട് കർത്താവ് പീഡിതർക്ക് സഹായമായിട്ട് തുണയായിട്ട് പരിത്യക്തയായ ലേയായിക്ക് അവിടെ തുണയായിട്ട് കർത്താവ് വന്നു. അവൾക്ക് വന്ധ്യതയില്ല, അവൾക്ക് സന്താനങ്ങളെ കൊടുത്തു, അനുഗ്രഹിച്ചു. അപ്പോൾ റാഹേൽ വന്ധ്യയാണ്. അപ്പോൾ യാക്കോബിന് മക്കളെ നൽകാൻ 30-ാം അധ്യായത്തിൽ 1-ാം വാക്യം തനിക്ക് സാധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ റാഹേലിന് തൻ്റെ സഹോദരിയുടെ അസൂയ തോന്നി. അവൾ യാക്കോബിനോട് പറഞ്ഞു, എനിക്ക് മക്കളെ തരിക. അതിനെ യാക്കോബ് കോപിച്ചുകൊണ്ട് പറഞ്ഞ്, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ? അവൾ പറഞ്ഞു, ഇതാ എൻ്റെ പരിചാരികയായ ബിൽഹ അവളെ പ്രാപിക്കുക. അവളുടെ സന്താനത്തെ അവൾ എൻ്റെ മടിയിൽ വയ്ക്കും. അങ്ങനെ അവളിലൂടെ എനിക്ക് മക്കളെ ലഭിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഈ ഭാഗം നമ്മൾ ഒന്നുകൂടെ വിവരിക്കുക. നമ്മൾ സാറായുടെയും അബ്രഹത്തിൻ്റെയും അധ്യായങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഞാൻ വിശദീകരിച്ചിരുന്നു. അതിൻ്റെ ഇപ്പോഴും ഞാൻ ഒന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം വിചാരിക്കാത്ത ഒരു കാര്യമാണ് ഇവിടെ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു പൂർണ്ണാർത്ഥത്തിൽ ശരിയാകത്തില്ല. ഇന്നത്തെ കാലത്തെ കാര്യമല്ല, ഇന്ന് അങ്ങനെയൊന്നും നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ ആഗ്രഹിക്കാനും ആർക്കും പോകണ്ട, അത് ചെയ്യത്തില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എൻ്റെ ഈ ചാനൽ എല്ലാവർക്കും നിങ്ങൾ പരിചയപ്പെടുത്തണം. വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, അയച്ചു കൊടുക്കണം, അവരെ പ്രേരിപ്പിക്കണം. സുവിശേഷ പ്രചരണം നടത്തി അതിൻ്റെ പുണ്യങ്ങൾ നേടാൻ ഉള്ള അവസരങ്ങളും കൂടാണ് ഇതൊക്കെ. അതുകൂടെ ഓർമ്മയിരിക്കുക. ബന്ധുക്കൾ പിന്നെ
നമ്മുടെ സുഹൃത്തുക്കളെ, അയൽക്കാർ, നമ്മുടെ പള്ളികളിലോ സമൂഹത്തിലോ ഉള്ളവരെ അറിയുന്നവരെയായിട്ട് എല്ലാവരെയായിട്ട് അറിയിക്കുക. അങ്ങനെ ചെയ്യുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമീൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.